ബൈബിളിൽ ഒരു ശ്മശാന ഭൂമിയെക്കുറിച്ച് പരാമർശമുണ്ട്. അക്കൽദാമ എന്ന് പറയുന്ന ഒരു സ്ഥലം, രക്തം ചിന്തിയ ഇടം എന്ന അർത്ഥം വരുന്ന അക്കൽദാമ. അക്കൽദാമ യൂദാസ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് ചുറ്റുമുള്ള ഒരു പേര്, നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന ഒരു പേരാണ്, ഒരു കഥാപാത്രമാണ് യൂദാസ്. യേശുവിനെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസ് ആ പണം കൊണ്ട് വാങ്ങിയ, ആ പാരിതോഷികം കൊണ്ട് വാങ്ങിയതാണ് അദ്ദേഹം ഒരു ഭൂമി വാങ്ങി. ആ ഭൂമിയാണ് അക്കൽദാമ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥാനാർത്ഥി, അന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു ഏജന്റുമായി കൂടിക്കാഴ്ച നടത്തിയ 5 മുൻ കൗൺസിലർമാർ, ആലപ്പുഴ നഗരസഭയിലെ 5 മുൻ കൗൺസിലർമാർ, അതേ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. 5 മുൻ കൗൺസിലർമാർ, വേറെ പലരും ഉണ്ടായിരിക്കാം. ഞാൻ കൗൺസിലർമാർ, നഗരസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമായതുകൊണ്ടാണ് കൗൺസിലർമാരെ മാത്രം അതിനകത്ത് പറയുന്നത്. അതിൽ 2 പേർ ഇന്ന് മത്സര രംഗത്തുണ്ട്. ബാക്കിയുള്ളവർ 3 പേര് മത്സരരംഗത്തുണ്ട്. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടും റിബലായിട്ടും ഒക്കെ ഉണ്ട്. ബാക്കി 3 പേര് മത്സരരംഗത്തില്ല. അതിലൊരു പ്രമുഖനാണ് ഈ റിബൽ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായവും ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. അതിലൊരു പ്രമുഖ നേതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചതിയന്മാരെ കുറിച്ചാണ്. കാരണം UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി എതിർ സ്ഥാനാർത്ഥിയുമായി കൂടിക്കാഴ്ച നടത്തി, എതിർ സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരുമായി ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടിക്കാഴ്ച നടത്തി പാരിതോഷികം കൈപ്പറ്റിയ ആ ചതിയന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഈ ചതിയന്മാരെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്, പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അതിനുള്ള സമയമായിട്ടില്ല. കാരണം ഇതൊരു സൂചനയാണ്. കാരണം യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന് ഉണ്ടായതുപോലെ ഒരു മാനസാന്തരം അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണെന്ന് ഒരുമാനപ്പെട്ട അവരുടെ തന്നെ പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയാവുന്നത് തന്നെയാണ്. ഇവരൊക്കെ എടുത്ത നിലപാട്, ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, ഇവരുടെ പ്രചരണങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും, ആലപ്പുഴയുടെ രാഷ്ട്രീയം കണ്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പേരെടുത്ത് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ ചോദിക്കും അങ്ങനെ തെളിവുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ തെളിവുണ്ട്. നമ്മൾ ഏതൊരു മോഷ്ടാവും, ഏതൊരു കള്ളനും, ഏതൊരു കൊലപാതകയും കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ തെളിവ് അവിടെ അവശേഷിച്ച് പോകുമെന്നാണ് നമ്മുടെ പോലീസുകാർ പറയുന്നത്. അവരതിനെ തുറന്നാണ് അവർ അന്വേഷണം നടത്തുന്നത്, കുറ്റവാളികളെ കണ്ടെത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെളിവുകൾ കൊണ്ടുവരാനുള്ള സമയമായിട്ടില്ല. ഈ തെളിവുകൾ നിരത്തി ഇത്തരം ആളുകളെ പൊതുമധ്യത്തിൽ അവരുടെ മുഖംമൂടി ചെയ്യേണ്ട സമയം ഇനിയും ഏതാനും മാസങ്ങൾ കൂടെ കാത്തിരിക്കേണ്ടി വരും. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വേണം ഇവരെയൊക്കെ തെളിവ് സഹിതം നമുക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്. കാരണം അതൊരു സാമൂഹ്യ പ്രവർത്തകന്റെ, ഒരു ജനാധിപത്യ വിശ്വാസിയുടെ കടമയാണ്. അത്തരം ആളുകളെ കുറിച്ച് നമുക്ക് തുറന്നു പറയേണ്ടത് അതൊരു ജനാധിപത്യ വിശ്വാസിയുടെ കടമയാണ്. കാരണം പൊയ്മുഖങ്ങൾ എന്നും നമുക്ക് നാടിന് ആപത്താണ്. ഈ പൊയ്മുഖങ്ങളെ നമുക്ക് തുറന്നു കാട്ടാനുള്ള ഒരു കഴിവും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ ആർക്കും അത് സാധ്യമാവും. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ നാടിന് ആവശ്യമാണ്, ഒരു ഭരണമാറ്റം ആവശ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതിഗതി അനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ അത് മാറാത്തത് കൊണ്ട് കുറേയൊക്കെ ആളുകൾ അഹങ്കാരികളായി മാറുകയും അധികാര ദാർഷ്ട്യത്തിൻ്റെ മറവിൽ പലതും ഒക്കെ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. ഈ മാറ്റം വന്നില്ലെങ്കിലും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു മാറ്റം നല്ലതാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം ആളുകൾ സ്വന്തം പാർട്ടിയിൽ ഉള്ളത് ദോഷം ചെയ്യും. കാരണം ഇവർക്ക് അതിൻ്റെ രുചി അറിഞ്ഞു പോയി. കാരണം ഇവർ ഈ 30 വെള്ളിക്കാശ് കൊടുത്ത് മേടിച്ച ഈ നിലത്ത് ഇവർ സ്വർണം വിളയിക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ വിത്ത് വിതയ്ക്കാനും കൊയ്യാനും ഒക്കെ കാത്തിരിക്കുന്നവരാണ്. പക്ഷെ അത് ഒന്നിനും കൊള്ളാത്ത ഭൂമിയായി മാറും എന്നുള്ളത് വേറെ സത്യം. അത് ഇവരുടെ അന്ധക ഭൂമിയായി മാറും എന്നുള്ള സത്യമാണ്. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഒരു സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഇത്രയും ഉറക്കവും ഊണും കഴിഞ്ഞ് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അണികളൊക്കെ ഇങ്ങനെ പരിശ്രമിച്ച് നടത്തുമ്പോൾ ഇത്തരം ചതിയന്മാരെ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ എനിക്ക് യാദൃശ്യമായിട്ട് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. കാരണം ആലപ്പുഴയിൽ വേറൊരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് വന്ന ഒരു കൗൺസിലർ, ഒരു പ്രമുഖനായ കൗൺസിലർ, ആലപ്പുഴ നഗരത്തിനോട് ചേർന്നുള്ള ഒരു വാർഡിലെ കൗൺസിലർ, അവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി അവിടുത്തെ ചില നേതാക്കൾ പണിയെടുക്കുന്നതും ആ സ്ഥാനാർത്ഥി വളരെ ആശങ്കയോടുകൂടി അതിനെ നേരിടുന്നതും ഒക്കെ നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടൊരു സങ്കടകരമായ അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കുതികാല് വെട്ടുന്ന ഒറ്റുകാരെ
ഇനിയെങ്കിലും സ്വന്തം പാർട്ടിക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. നമ്മുടെ ജനാധിപത്യത്തെ തന്നെ നാണക്കേടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഒരു മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കാം. മാനസാന്തരം ഉണ്ടാവും. കാരണം മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ ചതിയന്മാരെ, ഈ 5 ചതിയന്മാർ ഉൾപ്പെട്ട ഈ പാർട്ടി വീണ്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നന്ദി.